Hello everyone, welcome back to Xylem Learning. It's me, your JD sir, Jamshad. Okay, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ആക്ടിവിറ്റി ആണ്. 100% നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിരന്തരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ആക്ടിവിറ്റി ആണ് കോൺവെർസേഷൻ. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു എക്സാമ്പിൾ ചെയ്യും, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് തരും, അത് നിങ്ങൾ ചെയ്തു വെക്കണം, പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ഉറപ്പായിട്ടും ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിലൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം. കൂടാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, വേറെ എന്ത് തരത്തിൽ കോൺവെർസേഷൻ വന്നാലും നിങ്ങൾക്ക് ക്രാക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ടെക്നിക്ക് കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, കോൺവെർസേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ, കണ്ടോളൂ, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ. ഓക്കെ, ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. നമുക്കറിയാം ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, ചെക്കൻ ഒളിച്ചെന്ന ഒരു കഥ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, വാസ് മിസ്സിംഗ്. ഓക്കെ, ആ ഒരു സ്റ്റോറിയിൽ ചെക്കൻ മിസ്സിംഗ് ആയിരുന്നു, ബോയ് മിസ്സിംഗ് ആയിരുന്നു അല്ലേ? അവന്റെ പേരെന്തായിരുന്നു? ഓക്കെ, രാജ്. ഓക്കെ, വിത്തൗട്ട് ലൂസിംഗ് ഹോപ്പ്, ഒരു പ്രതീക്ഷയും നഷ്ടപ്പെടുത്താതെ ഗ്രാൻഡ് ഫാദർ ടേൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫാമിലി ടെമ്പിൾ ആൻഡ് സ്റ്റാർട്ടഡ് പ്രേയിങ്. അങ്ങനെ ചെക്കനെ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചെക്കന്റെ ഗ്രാൻഡ് ഫാ എന്ത് ചെയ്തു? ടെമ്പിളിലേക്ക് നോക്കിയിട്ട് എന്താക്കി? പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലെ? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത്, ആ മൊമെന്റില് ദ ബോയ്സ് ആങ്കിൾ കെയിം. ആ ബോയിന്റെ അങ്കിള് ചെക്കനെ ഒക്കെ കൊണ്ടുതന്നെ, അല്ലെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു അങ്കിള് ഇതിലേക്ക് വന്നു. ഓക്കെ, ആ അങ്കിളും നമ്മുടെ ഗ്രാൻഡ് പേരും തമ്മിലുള്ള conversation ആണ് ഇതാ പറയുന്നത്. Prepare the likely conversation between the uncle and grandfather. Okay, at least 5 exchanges വേണമെന്ന് പറയുന്നുണ്ട്. So 5 minimum 5 exchanges ഇത്. ഓക്കെ, അതായത് അങ്കിൾ പറഞ്ഞു, ഗ്രാൻഡ് പറഞ്ഞു, 1, അങ്ങനെ 5 exchanges. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. അതിന് മുമ്പേ ഹൗ ടു റൈറ്റ് കൺവെർസേഷൻ, എങ്ങനെയാണ് കൺവെർസേഷൻ എഴുതാന്നുള്ളത് നോക്കണ്ടേ? ഓക്കെ, അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് വൈൽ റൈറ്റിംഗ് കൺവെർസേഷൻ. ഒരു കൺവെർസേഷൻ സമയത്ത് ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ യു കുഡ് ബിഗിൻ വിത്ത് ഗ്രീറ്റിംഗ് ഡിപെൻഡിംഗ് ഓൺ ദി സിറ്റുവേഷൻ ഗിവൺ. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഗ്രീറ്റിംഗ് കൊടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഗ്രീറ്റിംഗിനുള്ള ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. കാരണം എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്, ആ ഒരു ബോയിനെ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഗ്രീറ്റിംഗ് വേണ്ട. അല്ലാത്ത സ്ഥലത്തൊക്കെ ഗ്രീറ്റിംഗ് വേണമെങ്കിൽ ഇറ്റ്സ് ഡിപെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. അവോയ്ഡ് റൈറ്റിംഗ് ലോങ്ങർ സെന്റൻസ്. വലിയ സെന്റൻസ് ഒന്നും എഴുതരുത്, ഇത് കോൺവെർസേഷൻ ആണ്. അപ്പൊ കുഞ്ഞു സെന്റൻസ്, ഒരു കാര്യം ചോദിക്കുക, അതിന് ആൻസർ പറയാം. ഓക്കെ, അത്രേ വേണ്ടുള്ളൂ. ഒരു എസ്സേ ബോർഡിൽ കൂടുതൽ എഴുതി വെക്കാൻ പാടില്ല. സ്റ്റിക്ക് ടു മാക്സിമം 5 എക്സ്ചേഞ്ചസ്. മിക്കവാറും ഇത് 5 എക്സ്ചേഞ്ചസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വരാനുള്ളത്. സോ ഒരു മിനിമം ഒരു 5 എക്സ്ചേഞ്ചസ് എങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. JD സാർ ഓർമ്മ വരിക. ഓക്കെ ആണല്ലോ? കണ്ടോളൂ, ഒരു എക്സാമ്പിൾ, അതിന്റെ എക്സാമ്പിൾ ഒരു ആൻസർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് മാറ്റി ചെയ്താൽ വന്നിട്ടും ഒരു എക്സാമ്പിൾ കണ്ടോളൂ. സെറ്റ് അല്ലേ? അങ്കിൾ ചോദിക്കണം, പ്ലീസ് ഡോൺ വെറി ഫാദർ ഡോൺ വെറി. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. രാജ കാൺ ലീവ് us. രാജ നമ്മളെ വിട്ടു പോകുന്നില്ല. ഗ്രാൻഡ് ഫാദർ പറയുന്നത്, മൈ ചൈൽഡ്, എന്റെ കുട്ടി, ഐ വുഡ് നോട്ട് ഹാവ് സ്കോൾഡഡ് ഹിം. അവനെ ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കരുതായിരുന്നു. അങ്കിൾ പറയാണ്, രാജ കാൺ ലീവ് യു. രാജക്ക് നിങ്ങളെ വിട്ടു പോകാനൊന്നും കഴിയൂല അച്ഛാ. ഹി ലവ്സ് യു സോ ഡിയർലി. നിങ്ങൾ നല്ല ഇഷ്ടമാണ്, അത്രയ്ക്കും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ആ രാജയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഗ്രാൻഡ് ഫാദർ, ഹാവ് യു ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. അല്ലടാ, ഈ എല്ലായിടത്തും നോക്കീനോ? ഓക്കെ, അങ്കിളിനോട് പറയാണ്, അങ്ങനെ എല്ലായിടത്തും നോക്കീനോ? എവിടെ കാണുന്നില്ലല്ലോ, എവിടെ നോക്കിനോക്കെ ചോദിച്ചു. ഓക്കെ, അങ്കിൾ പറയാണ്, ഹി മേ ബി ഹൈഡിങ് ഹിംസെൽഫ് ഫ്രം യു. നിങ്ങളെ കാണാണ്ടിരിക്കാൻ വേണ്ടി എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ആലയിൽ നിന്ന് കണ്ടെത്തിയില്ലേ, അവൻ നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഒളിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇതിപ്പോ രാത്രി ആയാലും പേടിയാവുണ്ട്. ഓക്കെ, മൈ ചൈൽഡ്, എന്റെ കുട്ടി, വായോ, എടറാ കുട്ടി മോനെ, രാജ എവിടെറാ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ പറയാണ്, ഡോണ്ട് ബി, അങ്കിൾ അല്ലല്ലോ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അങ്കിൾ പറയാണ്, ഡോണ്ട് ബി ഡെസ്പറേറ്റ്. നിങ്ങൾ വിഷമിക്കേണ്ട ഫാദർ. ഐ വിൽ ബ്രിങ് ഹിം സൂൺ. ഞാൻ അവനെ കൊണ്ടുവരാം, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം, ഇപ്പൊ ശരിയായി തരാം. അവന് എവിടെ ഉണ്ട് എനിക്കൊരു ഗസ് ഉണ്ട്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ ആണ്, ഹെൽപ് മീ ഗോഡ് പ്രൊട്ടക്ട് മൈ ചൈൽഡ്. ഓക്കെ, ടെമ്പിൾ നോക്കിയിട്ട് ഹെൽപ് മീ ഗോഡ്, ദൈവമേ സഹായിക്കണേ, പ്രൊട്ടക്ട് മൈ ചൈൽഡ്, എന്റെ കുട്ടിയെ എന്താക്കണം, രക്ഷിക്കണം. ഓക്കെ, പറയണം. അങ്കിൾ പറയണം, ലെറ്റ്സ് സെർച്ച് ഫോർ ഹിം. നമുക്ക് എന്താക്കാം, അവനെ ഒന്നുകൂടി തെരഞ്ഞു നോക്കാം. ഓക്കെ, ഗ്രാൻഡ് ഫാദർ ആണ്, ഷുവർ, തീർച്ചയായും. ഓക്കെ, നമുക്ക് തെരഞ്ഞു നോക്കാം എന്ന് പറയണം. ഓക്കെ, ഇത് ഏകദേശം നോക്കൂ, 1 2 3 4 5 എക്സ്ചേഞ്ചസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിനിമം ഒരു 5 എക്സ്ചേഞ്ചസ് വേണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് അറ്റ് 5 എക്സ്ചേഞ്ചസ്. ആ ഒരു 5 എക്സ്ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ തരികയാണ്. ബോയ് ആൻഡ് ഗ്രാൻഡ് പാ.
എപ്പോ അവരെ കണ്ടുമുട്ടിയതിനു ശേഷം ബോയും ഗ്രാൻഡ് പേയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ, അതുപോലെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എക്സാമിന് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും? ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞുള്ള ആക്ടിവിറ്റി, ഈ ഒരു ഡിസ്കോഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പാസ്സാവാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ ഗ്രേഡ് കിട്ടാൻ പറ്റും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനി വരുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ അവർക്കും ഉപകാരപ്പെട്ട നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമായാലും, ഈ ഒരു ആക്ടിവിറ്റി ഇഷ്ടമായാലും, ഈ വീഡിയോ ഇഷ്ടമായാലും, JD സാർ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.